കവിതയായും കഥയായും ഉപദേശമായും ശാസനയായും തത്വചിന്തയായും ഒക്കെ നമ്മെ നയിക്കുന്ന വാക്കുകൾ. എന്നാൽ പാഴ്വാക്കുകൾ പറയുമ്പോൾ അത് നമുക്ക് തന്നെ വിനയാകുന്നു. വായിൽ നിന്ന് വാക്കുകൾ വാർന്നു വീഴും മുമ്പ് ഒരുപാട് ശ്രദ്ധിക്കേണ്ടതല്ലേ? ഇത് നല്ല മാർക്ക് വാങ്ങിയത് അച്ഛൻ എനിക്ക് തന്നതല്ലേ. നീ പഠിച്ച മാർക്ക് മേടിക്കും, അപ്പോൾ കിട്ടും. ഓ, ഒരു ബന്ധക്കാരി എനിക്കും കിട്ടും. കിട്ടുമ്പോ തിന്നോ. എന്നാലും 3 കിട്ടല്ലേ, ഒരെണ്ണം തന്നൂടെ? തരത്തില്ലെന്ന് പറഞ്ഞല്ലേ, പോയി പണി നോക്ക്. തരത്തില്ലേ? ഇല്ല ഇല്ല ഇല്ല. ചേച്ചി, അവൾക്ക് 3 മഞ്ച് വാങ്ങിക്കൊടുത്തു, എനിക്ക് ഒന്നും പോലും തന്നില്ല. ചേച്ചി എനിക്ക് ഒന്ന് മേടിച്ചു. നീ പഠിച്ചു മേടിക്കുക, വെറുതെ ഇറങ്ങി നടക്കാതെ. പഠിക്കാൻ കഴിയില്ലെന്ന് വെച്ച് എനിക്ക് മിഠായി ആശയുണ്ടാവില്ലേ? വായിലെ നാക്കിട്ടടിക്കാൻ നല്ല കഴിവാണല്ലോ. മുഖം വീർപ്പിക്കണ്ട, ഞാനൊന്ന് നോക്കട്ടെ. വേഗം ചെല്ലി, അല്ലെങ്കിൽ ആ കൊതിച്ച് ഇപ്പൊ തിന്നു നിൽക്കും. സമ്മാനമൊക്കെ കിട്ടിയല്ലോ, അടിപൊളി. അടുത്ത തവണ ഫുള്ള് മേടിച്ചാൽ എനിക്ക് 5 പഞ്ച് വരുമെന്നാ പറഞ്ഞേക്കുന്നത്. അങ്ങനെ വേണം. ചേച്ചിക്ക് വേണോ ഒരെണ്ണം? വേണ്ട, മോള് പഠിച്ചോട്ടോ. ഒരെണ്ണം ചേച്ചി എടുത്തോ. ശരി, താങ്ക് യു. നല്ല കുട്ടിയാട്ടോ. ആ കുശുമിക്ക് കൊടുക്കണ്ടാട്ടോ. കിട്ടിയോ? ഇത്ര പെട്ടെന്ന് കിട്ടിയോ? നീ ആദ്യം മര്യാദയ്ക്ക് സംസാരിക്കാൻ പഠിക്കും, അപ്പോൾ കിട്ടേണ്ടത് കിട്ടേണ്ടടുത്ത് തന്നെ കിട്ടും. ഒരാൾ ഒരു ദിവസം ഏറ്റവും കൂടുതൽ പറയുന്ന വാക്ക് ഏതാണെന്ന് പറയാമോ? ഞാൻ എന്ന വാക്കല്ലേ? അത് തന്നെ. കുഞ്ഞുണ്ണി മാഷിന്റെ വാക്ക് എന്ന പാഠഭാഗം പഠിപ്പിക്കുമ്പോൾ ഞാനിത് പിള്ളേരോട് ചോദിച്ചു. ആരെങ്കിലും ശരി ഉത്തരം പറഞ്ഞോ? പലരും ഫോൺ എന്നായിരുന്നു ഉത്തരം പറഞ്ഞത്. അതിനവരെ കുറ്റം പറയാൻ പറ്റില്ല. ആളുകൾക്ക് ഇപ്പോൾ അവനവനേക്കാൾ പ്രിയം ഫോണിനോടാണല്ലോ. അതിനാരെയും കുറ്റം പറയാൻ പറ്റില്ല. ജോലി സംബന്ധമായും ലോക സംബന്ധമായും എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫോണിലൂടെയല്ലേ കൈകാര്യം ചെയ്യുന്നത്. വാക്ക് പഠിപ്പിച്ചു കഴിഞ്ഞോ? പഠിപ്പിച്ചു കഴിഞ്ഞിട്ടില്ല. അതങ്ങനെ വെറുതെ പഠിപ്പിക്കാൻ പറ്റില്ലല്ലോ. ഒരു പഠന പ്രവർത്തനം കൊടുത്തിരിക്കുക അതുമായി ബന്ധപ്പെട്ട്. എന്താ കൊടുത്തിരിക്കുന്നത്? ഓരോ ദിവസവും ആവശ്യത്തിന് എത്ര വാക്ക് ഉപയോഗിച്ചു, അനാവശ്യത്തിന് എത്ര വാക്ക് ഉപയോഗിച്ചു, അങ്ങനെ ഓരോ ദിവസത്തെയും കണക്കെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞ് കൊണ്ടുവരാൻ പറഞ്ഞിരിക്കുക. ഫലമുണ്ടായോ? 10 മാർക്കിന്റെ പ്രോജക്റ്റാ. അനാവശ്യത്തിന് സംസാരിക്കാൻ പറ്റാത്തത് കൊണ്ട് ഇപ്പൊ ക്ലാസ്സിൽ നിശബ്ദതയുടെ പൊടി പൂരം. എന്നാ പിന്നെ 1 വർഷത്തേക്ക് കൊടുക്കായിരുന്നു. ക്ലാസ്സിൽ നല്ല സമാധാനം കിട്ടിയേനെ. അത് ശരിയാ. സമാധാനം ഉണ്ടാക്കുന്നതും ഇല്ലാതാക്കുന്നതും എല്ലാം വാക്കുകളാണ്. വെറും വാക്കുകളല്ലേ ഇന്ന് കൂടുതലും പ്രയോഗിക്കുന്നത്. അതെ, പറഞ്ഞു ജയിക്കാനുള്ള ശ്രമം, പറഞ്ഞു വശത്താക്കാനുള്ള ശ്രമം, സത്യം തെളിയിക്കാനുള്ള ശ്രമം, കള്ളം തെളിയിക്കാനുള്ള ശ്രമം. വാക്കുകളുടെ പ്രസക്തിയെ കുറിച്ച് എത്ര മനോഹരമായിട്ടാണ് കുഞ്ഞുണ്ണി മാഷ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ? ആനക്കാരനോട് ആദ്യം ചുണ്ണാമ്പ് ചോദിച്ച നമ്പൂതിരി അയാളത് മടികൂടാതെ കൊടുത്തപ്പോൾ ആനയെയും കൂടി തരുമോ എന്ന് ചോദിക്കാൻ ഒരുങ്ങിയ കഥ ചിരിപ്പിക്കുകയും അതേസമയം ചിന്തിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആയാലൊരു ആന, പോയാലൊരു വാക്ക് എന്ന് കരുതി കണ്ടവരോടൊക്കെ ഇരക്കുന്നവരെ ഈ കൂട്ടത്തിൽ പെടുത്താം അല്ലേ? പാഴ്വാക്കുകൾ സംസാരിക്കുന്നവരുടെ വാക്കുകളെ കുറിച്ച് 1000 വാക്കിന് അരച്ചെത്ത് എന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞിരിക്കുന്നത്. അവരുടെ 1000 വാക്കിൽ നിന്ന് വിലയുള്ള ഒറ്റ വാക്ക് കണ്ടുപിടിക്കണമെങ്കിൽ 1/2 ദിവസത്തെ പണിയാണ്. മഹാന്മാരുടെ വാക്കുകളെ കുറിച്ചും വ്യക്തമാക്കിയിട്ടുണ്ടല്ലോ. അതെ, മഹാന്മാരുടെ വാക്കുകളെ കുറിച്ച് വാക്കിന് വാക്ക് വേണ്ട, അതായത് നല്ല വാക്കിന് വ്യാഖ്യാനം വേണ്ട. അവരുടെ വാക്കുകൾ പറയാതെ തന്നെ വേണ്ടത്ര കാലം വേണ്ടയിടത്തൊക്കെ പ്രചരിച്ചു കൊള്ളുമെന്നാണ് കുഞ്ഞുണ്ണി മാഷ് പറയുന്നത്. അത് സത്യവുമാണല്ലോ. എത്ര മഹത്വജനങ്ങളാണ് നമ്മൾ പഠിച്ചുകൊണ്ടും പഠിപ്പിച്ചുകൊണ്ടും ഇരിക്കുന്നത്. അതെ, എറിഞ്ഞ കല്ലും പറഞ്ഞ വാക്കും ഒരുപോലെയാണ്. അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് ലക്ഷ്യത്തിലെത്തും എന്ന് ഉറപ്പുള്ള വാക്കുകളെ പ്രയോഗിക്കാവൂ. അതൊരിക്കലും തിരിച്ചെടുക്കേണ്ടി വരില്ല എന്ന ഉത്തമ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. പറഞ്ഞ വാക്ക് ആന വലിച്ചാലും തിരിച്ചെടുക്കാൻ പറ്റില്ലെന്നല്ലേ? അതുകൊണ്ട് തിരിച്ചെടുക്കേണ്ടി വരാത്ത വാക്കുകളെ പ്രയോഗിക്കാവൂ അല്ലേ? വാക്കിന് നിഗ്രഹ അനുഗ്രഹ ശക്തിയുണ്ട്.
അഥവാ നശിപ്പിക്കാനും അനുഗ്രഹം നേടാനുമുള്ള കരുത്തുണ്ട്. 1000 നേടാനും 1000 നശിക്കാനും വാക്കുമതി. ചുരുക്കത്തിൽ കവി പറഞ്ഞതുപോലെ വാക്കെന്റെ അമ്മയും അച്ഛനുമാകുന്നു, വാക്കിൻ വിരൽ തൂങ്ങിയല്ലോ നടക്കുന്നു. ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു പാഠഭാഗമാണ് കുഞ്ഞുണ്ണിമാഷിന്റെ വാക്കല്ലേ? സത്യത്തിൽ വായു മലിനീകരണത്തെക്കാൾ കൂടുതൽ ശബ്ദ മലിനീകരണം പെരുകുന്ന ഈ കാലത്ത് വാക്കിന്റെ പ്രസക്തിയെക്കുറിച്ചുള്ള ഈ പ്രസ്താവനകൾക്ക് വിലയേറുന്നു.